എല്ലാവർക്കും നോട്ട് ഫോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളവുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി കഴിഞ്ഞ വർഷം ചോദിച്ച 50 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ചോദ്യങ്ങൾ നോക്കാം. 51ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? ഏതാണ്? പൂക്കോട് തടാകമാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം. അടുത്ത ചോദ്യം നോക്കാം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. അടുത്തത്, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 544. NH 544. അടുത്ത ചോദ്യം എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ സി, വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. അടുത്തത്, തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക. ഏതാണ് ഇതില്? പെരിയാറാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി. ബാക്കി കബനി, ഭവാനി, പമ്പാർ ഇത് മൂന്നുമാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറമാണ്. അടുത്തത്, കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാരാണ്? കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാരാണ്? ജോൺ ജോസഫ് മർഫി. അടുത്ത ചോദ്യം എന്താണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം അത് മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. അടുത്ത ചോദ്യം, ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കിയാണ് ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല. അടുത്ത ചോദ്യം, ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. അടുത്തത്, തീരദേശം ഏറ്റവും കൂടുതലുള്ള ജില്ല. തീരദേശം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ് തീരദേശം ഏറ്റവും കൂടുതലുള്ള ജില്ല. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവിക്കുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ചെറുതും വലുതുമായി എത്ര കായലുകളാണ് നമുക്കുള്ളത്? 34 കായലുകളാണ് കേരളത്തിലുള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണ്? PT ഉഷ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ഓപ്ഷൻ എ, മുതിരപ്പുഴ. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത, കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? ഓപ്ഷൻ ഡി, വിഴിഞ്ഞമാണ് കേരളത്തിലെ ആഴമുള്ള തുറമുഖം. വിഴിഞ്ഞമാണ് കേരളത്തിലെ ആഴമുള്ള തുറമുഖം. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ മത്സ്യബന്ധന ഗ്രാമം ഏത്? കേരളത്തിലെ ആദ്യത്തെ മത്സ്യബന്ധന ഗ്രാമം ഏത്? ഏതാണ്? ഓപ്ഷൻ എ, കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ മത്സ്യബന്ധന ഗ്രാമം. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം നോക്കാം. 69ാമത്തെ ചോദ്യമാണ്, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമായ മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. ഓപ്ഷൻ ഡി, തിരുവനന്തപുരമാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല. അടുത്തത്, കേരള കായിക ദിനം. കേരള കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13. ഒക്ടോബർ 13 കേരള കായിക ദിനം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. പള്ളിവാസൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്?
മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ്? സൈലന്റ് വാലി. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി ആരാണ്? കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി ആരാണ്? വി വിശ്വനാഥനാണ് കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? അടുത്ത ചോദ്യം ഇതായിരുന്നു. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത്. ചൂർണി എന്ന പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് നദിയാണ്? പമ്പയാണ്. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ചെറുതും വലുതുമായ എത്ര കായലുകളാണ് നമുക്കുള്ളത്? 34 കായലുകളാണ് നമുക്കുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം എവിടെയാണ്? കഞ്ചിക്കോട് ഏത് ജില്ലയിലാണ്? പാലക്കാട്. അടുത്തത്, കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, പുനലൂരാണ് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിന്റെ പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. അടുത്തത്, കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽകുമാർ. അടുത്തത്, കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണ ക്രമം താഴെ പറയുന്നതിൽ നിന്ന് തിരിച്ചറിയുക. ആരോഹണ ക്രമം എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കുറവ് കൃഷി ചെയ്യുന്നത് കോട്ടയത്താണ്, പിന്നെ തൃശ്ശൂര്, പിന്നെ ആലപ്പുഴ, പിന്നെ ഏറ്റവും കൂടുതൽ പാലക്കാട്. അപ്പൊ ഇതിലെ ഓപ്ഷൻ സി ആണ്, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, പാലക്കാട്. അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്ന ജില്ല ഏതാണ്? എറണാകുളം. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷം കേരള PSC കേരളവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായതാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.